നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ കയ്യിലൊരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ആളുകൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യാറുണ്ട്. അവർ ആ ഫോട്ടോ എവിടെ നിന്ന് എടുത്തതാണ്, മാത്രമല്ല ആ ഫോട്ടോ എടുത്ത ദിവസം ഏതാണ്, അല്ലെങ്കിൽ ആ ഫോട്ടോയ്ക്ക് എന്താണ് അവർ ഒരു പേര് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ഡീറ്റെയിൽസുകൾ നമുക്കറിയാൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ ഫോട്ടോ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഫേക്കായിട്ട് ഡീറ്റെയിൽസുകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് നേരത്തെയൊക്കെ പല ആളുകളും പറയാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, നമ്മുടെ ഡാറ്റ ഒരാൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ അതിന് സൗകര്യമില്ല. ചെറിയൊരു ആപ്പാണ്. അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആവശ്യമുള്ള ആപ്പുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. പെർമിഷൻസ് ഒക്കെ അലോ ഓൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ഒരുപാട് ഫീച്ചറുകളുണ്ട്. നിങ്ങൾക്ക് ഫോട്ടോ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയുടെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷന്, ക്രോപ്പ് ചെയ്യാൻ, അത് റീസൈസ് ചെയ്യാൻ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകളുണ്ട്. PDF ആക്കാനും അതുപോലെ ഒരുപാട് എഡിറ്റിങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ, പുതിയ ബാക്ക്ഗ്രൗണ്ട് അറ്റാച്ച് ചെയ്യാനൊക്കെ സൗകര്യം ഈ ഒരു ആപ്പിനകത്ത് സൗകര്യമുണ്ട്. ഇവിടെ ഞാൻ ഏറ്റവും മുകളിൽ സിംഗിൾ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് പിക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഫോട്ടോ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ആ ഫോട്ടോയുടെ വിഡ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് എഡിറ്റ് എക്സിഫ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, നമുക്ക് ഓരോ ആ ഫോട്ടോയ്ക്കകത്തുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്തുള്ള ആ ഫോട്ടോയുടെ ടെക്സ്റ്റ് ഡീറ്റെയിൽസ് അകത്ത് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റ്, ടൈം, നമുക്ക് എപ്പോഴാണ് ആ ഫോട്ടോ എടുത്തെന്നുള്ളതോ അതിൻ്റെ ടൈമും കൃത്യമായിട്ട് എനിക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ റെസൊല്യൂഷൻ, സൈസ്, കളറിൻ്റെ സ്പേസ് എത്രയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പ്രോഗ്രാം ഡീറ്റെയിൽസ്, ഇങ്ങനെ തുടങ്ങിയിട്ട് GPS ലൊക്കേഷൻ. നിങ്ങൾക്ക് ഈ GPS ലൊക്കേഷനൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണ് എടുത്തെന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ ആ ഫോട്ടോ എടുത്ത മൊബൈൽ ഫോൺ ഏതാണ്, ആ GPS ലൊക്കേഷൻ, ടൈം എത്രയാണ്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല ഇതിനകത്തുള്ള ഫീച്ചർ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വെച്ച് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ ഭാഗത്തേക്ക് വന്ന ലൊക്കേഷനും ടൈമും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് OK കൊടുത്ത് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഡാറ്റ, നിങ്ങളുടെ ഫോട്ടോ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുകയും, മാത്രമല്ല നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയാൽ ആ ഫോട്ടോയിലെ ഡാറ്റ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഒരുപാട് ഫീച്ചറുകൾ ഇതിനകത്തുണ്ട്. ഫോട്ടോ കയ്യിൽ കിട്ടിയാൽ എന്തെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതിൻ്റെ വിവരണമാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.